ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിൻ്റെ ജനന തിരുനാളൊക്കെ ആഘോഷിച്ചതിന് ശേഷം ദനഹാകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യ വെള്ളിയാഴ്ച കൂടിയാണ്. ഈശോയെ ഹൃദയത്തിൽ ഒരു കൂടൊരുക്കി അവൻ്റെ ജനനം വളരെ ആഘോഷമായും ആർഭാടമായും നമ്മൾ കൊണ്ടാടിക്കൊണ്ട് വിഭവ സമൃദ്ധമായ സദ്യയൊക്കെ ആസ്വദിച്ച് ഈ ദനഹാ തിരുനാളിൻ്റെ ആദ്യ വെള്ളിയാഴ്ച നമ്മൾ എത്തിയിരിക്കുമ്പോൾ തീർച്ചയായും പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവനുമായ ഒരു ബന്ധമാണ് നമ്മളെ ശക്തിപൂർണമായി നിലനിർത്തുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ വിചിന്തനം ചെയ്യുമ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഒരു ഭാഗം വളരെ ശ്രദ്ധേയമായി നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടതാണ്. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു എന്നുള്ള ഒരു താക്കീത് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഒരു വിശുദ്ധിയിൽ ജീവിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ദൈവം നടത്തിത്തരുന്നു എന്നതിനാൽ നമ്മൾ അവൻ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കാൻ നിർബന്ധിതരാകുന്നതായിട്ടാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും അനുഭവം. അല്ലെങ്കിൽ ദൈവം നമുക്കൊന്നും ചെയ്തു തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ആ ഒരു ജീവിതം നമുക്ക് സ്വീകരിക്കാനും അംഗീകരിക്കാനും അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവാലയ ശുശ്രൂഷയുടെയോ അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ടോ ധ്യാന കേന്ദ്രങ്ങളോ ഭവനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ചില വേദനകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുറമേ നിന്ന് പല റഫറിമാരെ പോലെ നിന്ന് ആളുകൾ ചോദ്യം ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും മാരകമായ എന്തോ ചെയ്തതിനാലാണ്, ദൈവകോപം ഉണ്ടായതിൻ്റെ പേരിലാണ് അവർക്കിങ്ങനെ ദുരിതമുണ്ടായിരിക്കുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അത് പാരമ്പര്യമായി നമ്മളിലേക്ക് കൈമാറ്റപ്പെട്ടതാണ്. അതുകൊണ്ടാണ് യേശുവിനോട് ഒരു ജന്മനാ അന്ധനായവനെ കൊണ്ടുവന്നുകൊണ്ട് ചോദിക്കുന്നത്, ഇത് ഇവന്റെ പാപനിമിത്തമാണോ, ഇവന്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമാണോ ഇവൻ ജന്മനാ അന്ധത ബാധിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചില ദുഷ്പ്രവൃത്തികളോ അല്ലെങ്കിൽ ദൈവകോപം കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ സംഭവിക്കുന്നു എന്നാണ് വിശ്വസിക്കാൻ നമ്മൾ കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നിർബന്ധിക്കുന്നത്. പക്ഷെ ഇവിടെ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഫലം കായ്ക്കാനായി അവൻ വെട്ടിയൊരുക്കുന്നു എന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നത് 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ അൾത്താരയ്ക്ക് മുൻപിൽ നിൽക്കുന്നത്. ജനുവരി 6-ാം തീയതി, 3 വർഷം മുമ്പ് ജനുവരി 6-ാം തീയതി ഞാനിവിടെ വന്ന് കയറുന്നത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഇതുപോലെ ഒരു കുർബാന ചൊല്ലി പ്രസംഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഈ കപ്പുച്ചൻ സഭയിലുള്ള എല്ലാ വൈദികരും സഹനത്തെക്കുറിച്ചാണ് പ്രഘോഷിക്കുന്നത്. ഞങ്ങൾ സഹിച്ച് മടുത്തു. ഇനിയും എന്താണ് സഹനത്തിൻ്റെ അനിവാര്യത എന്ന് ചോദിച്ചു. ഈ സഹനത്തിൻ്റെ അനിവാര്യത എന്താണെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് തന്നത്. കൂടുതൽ ഫലം കായ്ക്കാനായി അവൻ വെട്ടിയൊരുക്കും എന്നുള്ളതാണ്. അവനിൽ നിന്ന് ഫലം ശേഖരിച്ച് പുറപ്പെടുവിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരെയും വ്യക്തി ജീവിതത്തിൽ വേദനയുണ്ടാകും, വിഷമമുണ്ടാകും, സഹനമുണ്ടാകും, കുരിശുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അത് സ്വീകരിക്കാനും അംഗീകരിക്കാനും
തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അവനെ പിൻചൊല്ലാൻ അർഹതയുള്ളൂ, യോഗ്യതയുള്ളൂ എന്നുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുദിന കുരിശുകളെടുത്ത് പിൻചൊല്ലാനാണ് അവൻ നൽകിയിരിക്കുന്ന ആഹ്വാനം. അപ്പൊ അവനെ വ്യക്തി ജീവിതത്തിൽ സ്വീകരിക്കാനും അംഗീകരിക്കാനും അവനോടൊപ്പം ഒരു ജീവിതം നയിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ സഹനം അതിൻ്റെ അനിവാര്യതയാണെന്ന് കൂടിയുള്ള മുന്നറിയിപ്പാണത്. അവനെ പ്രതി സഹിക്കാനും കൂടി നമുക്ക് അവകാശമുണ്ട്. അവനിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനെ പ്രതി സഹിക്കാനും കൂടിയുള്ള അവകാശമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകൾക്ക് ഒരു ശമനമുണ്ടാകാനോ അല്ലെങ്കിൽ ഈ ലോകം വെച്ച് നീട്ടുന്ന സുഖ സൗകര്യങ്ങൾ അതിന്റെ പൂർണ്ണതയോടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ല നമ്മുടെ പരിശുദ്ധ ബലി എന്ന് പറയുന്നത്. പരിശുദ്ധ ബലിയിൽ തന്നെ അവന്റെ വേദനകളും വിഷമങ്ങളും ഓരോ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. അവനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും വേദനകൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. കുരിശിൽ മരിച്ചവനാണവൻ. കുരിശിനെ പിൻചെല്ലുന്നുണ്ടെങ്കിൽ നമ്മളും ആ കുരിശിൽ തറക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അത് പരിഹാസം വഴിയായിരിക്കാം, കുറ്റപ്പെടുത്തൽ വഴിയായിരിക്കാം, ഒറ്റപ്പെടുത്തൽ വഴിയായിരിക്കാം. ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വിവേകം വേണം. നമുക്ക് വിവേകം വേണം. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ കൃപയാൽ നമുക്ക് ലഭിക്കേണ്ടത് അവൻ വെച്ച് നീട്ടുന്ന സഹനങ്ങൾ സ്വീകരിക്കാനും അംഗീകരിക്കാനുമാണ്. ആ സഹനം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം വേണം. നമ്മളാൽ സ്വയം ഉണ്ടാക്കുന്ന വേദനകളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളുമുണ്ട്. നമുക്ക് വിവേകമില്ലാതെ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരാൽ നമ്മൾ സഹിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറം നമ്മൾ സഹിക്കേണ്ടതും നമ്മൾ സഹകരിക്കേണ്ടതും അവനെ പിൻചൊല്ലേണ്ടതും അവൻ വെച്ച് നീട്ടുന്ന അവനോട് ചേർന്നുള്ള ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളാണ്. അതാണ് നമുക്ക് വിവേകം വേണമെന്ന് പറയുന്നത്. നമ്മുടെ സ്വാർത്ഥത മൂലം, ആർത്തി മൂലം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടി നമ്മൾ കുരിശും ചുമന്നു പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമ്മൾ സഹിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വിവേകപൂർവ്വം തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ളത് അതാണ്. ചില ഏജൻസികൾ വെച്ച് നീട്ടുന്ന ചില സഹനങ്ങളുണ്ട്. അത് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വീകരിച്ചും അംഗീകരിച്ചും അതിന്റെ പുറകെ പോകുമ്പോൾ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തില് കയത്തിൽ മുങ്ങിപ്പോയതുപോലെ സഹനങ്ങൾ ഉണ്ടാകും. പക്ഷേ ക്രിസ്തു പറഞ്ഞിരിക്കുന്ന സഹനം അതല്ല. ഓരോ ദിവസവും അവൻ തരുന്ന സഹനങ്ങളുണ്ട്. ആ സഹനങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകം കൂടി നമുക്ക് വേണം എന്ന് അവനും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ തിരിച്ചറിവും നമുക്ക് ഈ വിശുദ്ധ ബലിയിലാണ് നമുക്ക് ലഭിക്കുക. നമ്മൾ ഒരിക്കലും അവൻ വെച്ച് നീട്ടുന്ന സഹനങ്ങളൊന്നും തള്ളിക്കളയരുത്. അത് ദൈവഹിതമാണെന്ന് സ്വീകരിക്കാനും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ തന്നെ രൂപപ്പെടണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അച്ഛാ ഏതാണ് അവൻ തരുന്ന സഹനങ്ങൾ? നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ എഴുതി തീർക്കേണ്ട പരീക്ഷയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവന്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് 6ാം ക്ലാസ്സുകാരൻ എഴുതി തീർക്കേണ്ട ആവശ്യമില്ല. അവന് തോൽവി തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സഹനങ്ങൾ എന്താണെന്ന്, ഈശ്വര നിശ്ചയപ്രകാരം എന്താണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കുർബാനയുടെ ആരംഭ ദിശയിൽ പറഞ്ഞത്, നിങ്ങൾ ചേർന്നിരിക്കെ, നിങ്ങൾ കസാരകൾ ഒഴിവാക്കരുത്. നിങ്ങൾ ക്രിസ്തുവിനെ തൊടണം. ക്രിസ്തു തൊട്ട അനുഭവം മാത്രമല്ല, രക്തസ്രാവക്കാരി സ്ത്രീ ക്രിസ്തുവിന്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടപ്പോഴും അവൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ കസാരകളും നമ്മുടെ ശരീരം കൂടി ദൈവത്തോട് ചേർത്ത് പിടിക്കണം. നമ്മുടെ ജീവിതം മുഴുവൻ അവനോട് ചേർത്ത് പിടിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ വിവേകമുണ്ടാകുക. എന്താണ് അവൻ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ വെച്ചിരിക്കുന്ന കെണികളെന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാൻ ഏറ്റവും സാധ്യതയുണ്ടാക്കുന്ന എളുപ്പമാർഗങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥവായനയും നമ്മുടെ ഓരോരുത്തരുടെയും ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ബലിയും. ആ പരിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പരാജയം ഉണ്ടാവുന്നുള്ളത് തീർച്ചയാണ്. പരിശുദ്ധ ബലി അർപ്പണത്തിന്റെ ദൈർഘ്യം കൂടി അല്ലെങ്കിൽ അത്
ചില ഇടവകളിലൊക്കെ പോകുമ്പോൾ രണ്ട് തരത്തിലുള്ള ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്നൊക്കെ പറയും. ക്രിറ്റിസിസം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലേ. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് പോസിറ്റീവായിട്ട് മാറും. ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയാണ്. നെഗറ്റീവായിട്ട് പറയുന്നതിൻ്റെ ഇതാണ്. അച്ഛൻ്റെ കുർബാന നീണ്ടു, പിന്നത്തെ അച്ഛൻ വന്നു പ്രാർത്ഥനകൾ എഡിറ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു അച്ഛൻ കുർബാനയിൽ ഒരു പ്രാധാന്യമില്ല, എല്ലാം എഡിറ്റ് ചെയ്തു. ഇത് രണ്ടും ജനങ്ങൾ തന്നെ പറയുന്നു, ഇടവക ജനങ്ങൾ തന്നെ ചെയ്യണം. എന്തിൻ്റെ മധ്യം നിൽക്കണം? പ്രബോധനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ഇടയിലുള്ള പെൻഡുലം പോലെയാണ് ഓരോ വൈദികരും ബലിയർപ്പിക്കുന്നത്. കാരണം ജനത്തിൻ്റെ ഇഷ്ടം നോക്കി വേണം ബലിയർപ്പിക്കുവാൻ. ഒരു തീർച്ചയും മൂർച്ചയില്ലാത്ത ബലിയർപ്പണങ്ങളാണ് പലപ്പോഴും. കാരണം ജനമാണ് പരിശുദ്ധ ബലിയെ നിയന്ത്രിക്കുന്നത്. പക്ഷേ പരിശുദ്ധ ബലിയിൽ അർപ്പിക്കപ്പെടുന്ന അവന്റെ തിരുശരീരവും രക്തവും സ്വീകരിക്കാൻ തയ്യാറായി വരുന്നൊരു മനസ്സുള്ളവർക്ക് അവനൊരു അനുഭവമായിട്ട് ഈ ബലിക്ക് ശേഷം പോകാൻ പറ്റും. അതിൽ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്, അവന്റെ സാന്നിധ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനൊരു മുപ്ലി എന്ന് പറയുന്ന സ്ഥലത്തെ ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ആയിരുന്നു. അപ്പം ഞാനൊരു ഷാലോം ചാനലിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ മ്യൂസിക് ഡയറക്ടർ കൂടിയായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിന് പാടാനുള്ളവർക്ക് ഉള്ള വർക്കുകൾ ചെയ്തുകൊണ്ട് തൃശ്ശൂരിലൊരു സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് കൊടുത്ത് അത് ഷാലോം ചാനലിന് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ അതിൻ്റെ റെക്കോർഡിങ്ങിന് പോകുന്ന സമയത്ത് ഒരു കുർബാന കഴിഞ്ഞ് അവിടെ അടുത്തുള്ള പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ എൻ്റെ പുറകിലൊരു കാർ ഇങ്ങനെ ഹോണടിച്ച് വരുന്നുണ്ട്. ഭയങ്കര ശക്തമായി ഒരു വയലൻറ്റ് എക്സ്പ്രഷൻസ് ഇട്ടുകൊണ്ടാണ് ഈ കാർ വരുന്നത്. ഭയങ്കര സ്പീഡും ബ്രേക്ക് ഇടലും ഹോണടിക്കലും ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ എനിക്ക് ആ വണ്ടിയെ കടത്തിവിടാൻ സാധിക്കുന്നില്ല, കാരണം എനിക്കെതിരെ ബസ്സുകളാണ് വരുന്നത്. അങ്ങനെ ഞാനൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടി കടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഇവർ ഭയങ്കര ഇതിൽ ബ്രേക്ക് ഇടുകയും അതുപോലെ ഹോണടിക്കുകയും ഒന്നിച്ച് നടത്തി ഈ കാറ് 3 അത് മറിച്ചിൽ മറിഞ്ഞു. ഞാനൊരു വേലിയുടെയും ഒരു പോസ്റ്റിൻ്റെയും ഇടയിലൂടെ രക്ഷപ്പെട്ടു പോയി. നമ്മൾ പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു ചെറിയൊരു വിരൽ കൊണ്ട് പോലും തൊടാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. ആ കാറ് 3 മറിച്ചിൽ മറിഞ്ഞെങ്കിലും എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ അങ്ങനെ കടന്നുപോയി. ഞാൻ ഒരു വേലിയുടെയും പോസ്റ്റിൻ്റെ ഇടയിൽ കൂടെ രക്ഷപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു വന്നതാണ് പരിശുദ്ധ ബലിക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം. ഭക്താഭ്യാസങ്ങൾ അതിനെ തുടർന്നുള്ളതാണ്. പക്ഷേ ശക്തി വരുന്നത് നമ്മൾ അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കറിയാനും അനുഭവിക്കാനും കൃപ ലഭിക്കുന്നത് നമ്മൾ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക്, ദിവ്യകാരുണ്യത്തിലൂടെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. ആ ശക്തി ഒരു വലിയൊരു ആരവമൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് അനുഭവപ്പെടാൻ പറ്റില്ല. അവിടെ ഒരു ശാന്തതയുണ്ട്. അതാണ് സങ്കീർത്തനത്തിലൂടെ പറയുന്നത്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്. നീ ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ, ആരാധനയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, വളരെ ശാന്തമായിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ഒരു അറിയിപ്പ് തരുന്നതാണ് അവൻ നിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. യോഹന്നാന്റെ ലേഖനത്തിലുണ്ടല്ലോ, നിന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണെന്ന്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിനക്കറിയില്ലേ? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവനുള്ള ആലയമാണെന്ന്. നമ്മൾ മാമോദീസായിലൂടെയും സൈഡ് ലേപനത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയൊക്കെ നമ്മൾ കുദാശകളിലൂടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അവനെ സ്വീകരിച്ച് അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സക്രാരികളായി ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോ പാദസ്പർശനം ഏൽക്കുന്ന ഇടങ്ങളും ശുദ്ധീകരിച്ചും വിശുദ്ധീകരിച്ചും കടന്നു പോകുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരിച്ചതിന് ശേഷം, ബലിയർപ്പണത്തിന് ശേഷം നമ്മളായിരിക്കുന്ന നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഗാർഡനിലോ അല്ലെ പച്ചക്കറി തോട്ടത്തിലൊക്കെ നമ്മളൊന്ന് നടന്നു നോക്ക്, അവരതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് കാണാം. അവരുടെ നിപ്പും അവരുടെ ആ പുഷ്പിക്കലൊക്കെ അതിൻ്റെ പ്രത്യേകതകളായിട്ട് കാണാം. നമ്മൾ ഈ പരിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന സൈഡിലൂടെ പോകുന്ന പട്ടികളൊക്കെ നമ്മൾ മാറി നിൽക്കുന്നത് കാണാം. ദേ സെൻസ് ഇറ്റ്. അവരുടെ ക്രിയേറ്ററാണ്, അവനെ സൃഷ്ടിച്ചവൻ ഇവന്റെ ഉള്ളിലുണ്ടെന്നുള്ള ബോധവും അവബോധവും ഒരു അനുഭവമായി ലഭിക്കുന്നത് കൊണ്ടാണ് അവർ വഴിമാറിപ്പോകുന്നത്. ആ ഒരു അവബോധം നമുക്കില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയം. ഓരോ ദിവസവും പരിശുദ്ധ ബലിയിലൂടെ നമ്മുടെ ജീവിതത്തിന് ശക്തിയേകിക്കൊണ്ട് അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള അവബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും
ഒരു വിധത്തിലുള്ള പൈശാചിക പ്രലോഭന ബന്ധനങ്ങൾക്കും നമ്മൾ കീഴടങ്ങുകയില്ല എന്നുള്ളതാണ്. നമ്മൾ പരിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം നമ്മുടെ ജീവിത പങ്കാളിയുടെ ഇടയിലേക്കോ നമ്മുടെ മക്കളുടെ ഇടയിലേക്കോ നമ്മുടെ ഭവനത്തിലേക്കോ കടന്നു വരുമ്പോൾ നമ്മളായിരിക്കുന്നത് ഓരോ വീടും നമ്മൾ പ്രാർത്ഥനയ്ക്കായി പരിശുദ്ധ ബലിക്കായി കടന്നു വന്ന ദേവാലയത്തിന്റെ തുടർച്ചയായി മാറുകയാണ്. അപ്പോഴാണ് ആ ചൈതന്യം നമ്മുടെ ഓരോരുത്തരെയും ഭവനങ്ങളിൽ നിലനിൽക്കുന്നത്. അവിടെ ഒരു പ്രകാശമുണ്ടാകും, അത് തീർച്ചയാണ്. അത് നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുള്ള അവബോധത്തോടുകൂടി നമ്മുടെ നിശ്വാസ പ്രക്രിയയ്ക്ക് പോലും നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന അനുഭവം അതായിരിക്കും. അതില്ലാതെ പോകുമ്പോൾ നമ്മൾ വെറും ഭക്തഭ്യാസങ്ങളിൽ മാത്രമായി ഒതുങ്ങി പരിശുദ്ധ ബലിയർപ്പണത്തിന് യാതൊരു പ്രാധാന്യവുമില്ലാതെ, നമ്മുടെ ഇടവകയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയർപ്പണത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അണിഞ്ഞൊരുങ്ങി നമ്മൾ പോയി ഒരു ആചാരവും അനുഷ്ഠാനവുമായി മാറി നമ്മൾ ഓരോ ആഴ്ചകളും ഓരോ ദിവസങ്ങളും കടന്നു പോകും. ഈ കാലഘട്ടം തിരുനാളുകളുടെ ആഘോഷങ്ങളുടെ കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ ആഘോഷങ്ങൾ എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലുള്ള ആഘോഷങ്ങൾ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഉറക്കെ പടക്കം പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ ഏമേശം വർക്ക് വളരെ ഗംഭീരമായിട്ട് നടത്തുന്നു, നല്ല സദ്യ ഉണ്ണുന്നു, പിന്നെ കൂട്ടത്തിൽ മിനുങ്ങാൻ പറ്റിയെങ്കിൽ ഒന്ന് മിന്നിമറയുന്ന സാധനവും അടിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ ആഘോഷങ്ങൾ ആർഭാടമായി അവസാനിച്ചു. പിന്നെ വീണ്ടും ശൂന്യത. നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളുകളേക്കൊന്ന് തൊട്ടുണർത്താം. പലർക്കും ചില മയക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്ര നേരം എന്നെ കണ്ടവരൊന്നും ഇപ്പോൾ കാണുന്നില്ല. അത് അവരുടെ കുഴപ്പമല്ല, നല്ല കാലാവസ്ഥയും സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ ഒരു മയക്കം വരുന്നതാണ്. ഈ മയക്കം തന്നെയാണ് നമുക്ക് സുഖങ്ങളിലേറുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും അത്യാപത്ത് വരുമ്പോൾ മാത്രം വാവിട്ട് കരഞ്ഞ് ഓളിട്ട് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ദൈവാനുഭവം ഉണ്ടാവില്ല. നമ്മുടെ ദൈവാനുഭവം നിരന്തരം വേണ്ടതാണ്. നിത്യസത്യമായ ദൈവമാണ്. അത് നിരന്തരം നമ്മളിൽ നിലനിൽക്കേണ്ടതാണത്. അത് ഒരു ദിവസം ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ എന്തോ ഒരു പ്രശ്നം വന്നു, ഒരു ദുരന്തം വന്നു, ഓടിക്കേറി ഒച്ചപ്പാടും ബഹളും. ഒരിക്കലൊരു ആളെന്നോട് പറഞ്ഞു, എനിക്കൊരു ധ്യാനത്തിന് ബുക്ക് ചെയ്യണം. അന്ന് ഞാൻ സീനായി ഭാഗത്തായിരുന്നു, നമ്മുടെ പാലക്കാട്. അപ്പോൾ ധ്യാനത്തിന് ബുക്ക് ചെയ്തു. അപ്പോൾ ധ്യാനത്തിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞു, ഞാൻ കൈകൊട്ടിപ്പാടുമൊന്നുമില്ല, ഞാൻ ധ്യാനത്തിന് വന്ന് വളരെ സൈലൻ്റായിട്ട് നിന്ന് ധ്യാനം കൂടിപ്പോരും. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ സൈലൻ്റായി നിന്ന് ധ്യാനം കൂടിയാൽ മതിയോ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ധ്യാനം അവസാനിക്കുന്നതിൻ്റെ തലേദിവസം രാത്രി ഞാൻ ഇദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് നോക്കി. രണ്ട് കാലും ഉറയ്ക്കുന്നില്ല അയാൾക്ക്, രണ്ട് കൈയും നിശ്ചലമാകുന്നില്ല. ആളിങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തത്തിലാണ് അദ്ദേഹം ആ ധ്യാനത്തിന് വന്നത്. ഈ ദുരന്തങ്ങളിലാണ് ഈ ആട്ടവും ചാട്ടവും ഓട്ടവും പാട്ടൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ ദുരന്തത്തിലല്ല വേണ്ടത്. ദുരന്തമില്ലാത്ത സമയത്തും സന്തോഷമുള്ള സമയത്തും സുഖ സൗകര്യങ്ങളുള്ള സമയത്തും അവനോടൊപ്പം ആയിരിക്കാനുള്ള വലിയൊരു ഭാഗ്യവും കൃപയുമായി നമുക്ക് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നമ്മൾ എഴുന്നള്ളി വരുന്ന ഈശോ ഉണ്ട്. അവന്റെ സാന്നിധ്യം അറിയാനും അനുഭവിക്കാനും കൂടി അവൻ കൃപ തരുന്നത്. നമുക്കത് സ്വീകരിക്കാനും അംഗീകരിക്കാനും അതിൽ ജീവിക്കാനുമാണ്. അപ്പോൾ നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. പല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിജീവിക്കാനുള്ള വിവേകം അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പല ഇടവകളിലും കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ചില ചേട്ടന്മാർ കാലിങ്ങനെ ഒരെണ്ണം നീട്ടി നിൽക്കും. അപ്പം നമ്മളെങ്ങാനും പറയുകയാണ് അത് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാമെന്ന് പറയുമ്പോൾ വലത് കാല് ചുരുക്കി ഇടത് കാല് നീട്ടി വയ്ക്കും. നിൽക്കുന്ന പൊസിഷൻ മാറില്ല. അതാണ് നമ്മുടെ മനസ്സ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ, നമ്മുടെ ശരീരം വിട്ടുകൊടുക്കാനൊന്നും സാധിക്കില്ല. ഞാൻ 50 രൂപ ഇട്ടിട്ടുണ്ട് പെട്ടിയിൽ, അപ്പോൾ നീ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തു തന്നു. ഒരു കൂലിപ്പണിക്കാരന് പോലും കാണിക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കാണിക്കുന്നത് പലപ്പോഴും. നേർച്ചയിട്ട് കഴിഞ്ഞാൽ നീ പണി ചെയ്തോളണം. അപ്പൊ നമ്മുടെ നേർച്ച എന്തിനാണ്? ഈ പണിയെടുപ്പിക്കാൻ.
ഈ പണിയെടുപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. ജെറമ്യാ പ്രവാചകനിലൂടെ നമ്മളോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയുണ്ട് എന്ന് അവൻ പറയുമ്പോൾ അതിൽ നമ്മൾ അർത്ഥമാക്കേണ്ടത് നമ്മളിലൂടെ ചില പദ്ധതികൾ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ ഇടവകയിലും ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളിലേക്കും ഓരോ ദൗത്യങ്ങൾ ചെയ്ത് കൊടുത്ത് തന്ന് ദൈവം വിട്ടിരിക്കുകയാണ്. ഒരു ഇടവക ജനത്തിന്റെ ദൗത്യമായിരിക്കാം, ഒരു ഗ്രാമവാസിയുടെ ദൗത്യമുണ്ട്, ഒരു കുടുംബനാഥന്റെ ദൗത്യമുണ്ടായിരിക്കാം, ഒരു സഹോദരന്റെ ഉണ്ടായിരിക്കാം, ഒരു പെങ്ങളുടെ സ്ഥാനത്തു നിന്നുണ്ടായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദൗത്യങ്ങൾ അതാത് സമയത്ത് ചെയ്തു തീർക്കാനായിട്ട് നിർവഹിക്കപ്പെട്ടിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പൊ അതൊന്നും ചെയ്തു തീർക്കാതെ അതിനൊന്നുള്ള മനസ്സും മനസാക്ഷിയും കാണിക്കാതെ നമ്മൾ 50 രൂപയും 100 രൂപയും നേർച്ചിട്ട് സ്വത്രക്കാഴ്ചയിട്ടതിന്റെ പേരിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് വന്ന് ചെയ്ത് തന്നോളണം കേട്ട. 7 ആഴ്ചയും 17 ആഴ്ചയും ഒക്കെ നമ്മൾ വ്രതം എടുത്ത പോലെ ഉടമ്പടിയും വാഗ്ദത്വവും ഒക്കെ എടുത്ത് നമ്മുടെ കാര്യസാധ്യമല്ല, ഈശ്വര നിയോഗം ഈ ഭൂമിയിൽ പൂർത്തിയാക്കാനുള്ള ബോധം തരണമേ, വിവേകം തരണമേ, ശക്തി തരണമേ, അനുഗ്രഹം തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് അവനോട് ചേർന്ന് നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ മാത്രം പ്രാർത്ഥനാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും നൊവേന സ്ഥലത്തും കയറി ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്താണ് നമ്മളിലൂടെ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള പദ്ധതി നമുക്കറിയില്ല. ആണ്ടിലും സംക്രാന്തിക്കും മാത്രം പോയാ പോരാന്നർത്ഥം. നമുക്ക് വേണ്ടത് കൃപയാണ്, ശക്തിയാണ്, ബുദ്ധിയാണ്, ബോധമാണ്, ബോധ്യമാണ്, അവബോധമാണ്, വിവേകമാണ് നമുക്ക് വേണ്ടത്. ഈശ്വര നിശ്ചയപ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങളെ പരിപൂർണമായി നിർവഹിക്കാൻ അതിന്റെ പൂർണ്ണതയിലെ അവനിൽ ആശ്രയിച്ചുകൊണ്ട് പൂർത്തിയാക്കാനുള്ള കൃപ തരണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. ഗ്രഹനാഥൻ, കുടുംബനാഥൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഗ്രഹനാഥ, അമ്മ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. മക്കൾക്ക് ഞങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം? ഒരു നല്ല കുടുംബം ഈ ഗ്രാമത്തിൽ ഇടവകയിൽ നിലനിർത്തണമെങ്കിൽ അപ്പൻ എന്ന റോളും അമ്മ എന്ന റോളും ഞാൻ എങ്ങനെ ഇവിടെ അഭിനയിച്ചു തീർക്കണം? എന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും എന്റെ ഇടവകയിൽ എന്താണ്, എന്റെ ബന്ധുമിത്രാദികൾക്കിടയിൽ എന്താണ്, അതാണ് ഞാൻ ചെയ്തു തീർക്കാൻ തയ്യാറാവുന്നത്. അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്നുള്ളതാണ്. അല്ലാതെ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറണമേ, എൻ്റെ മോൾക്ക് ജോലി കിട്ടണമേ, എൻ്റെ മോൾക്ക് കാനഡയിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാകണമേ, കേറ്റിട്ട് പാസ്സാകണമേ, അതൊക്കെ ദൈവം നിശ്ചയിച്ചിട്ടൊന്നും നടക്കുന്നേ. നിങ്ങൾ ആദ്യം ദൈവത്തോട് ചേർന്ന് നിൽക്ക്. അപ്പൊ ദൈവം ആഗ്രഹിക്കാത്ത ചിലതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും വെട്ടിയൊരുക്കലുണ്ടാവും. അവിടെ വേദന തീർച്ചയാണ്. നമ്മുടെ ബുദ്ധിക്കും ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമ്മൾ ഓരോ കൊമ്പ് കോർത്ത് അങ്ങോട്ട് പോകുമ്പോൾ ആ കൊമ്പ് അവനാണ്ട് വെട്ടും. അത് വേദന ഉണ്ടാവും തീർച്ചയല്ലേ? അതിനുവേണ്ടി തേങ്ങിയും മോങ്ങിയും ഇവിടെ വന്ന് വാവിട്ട് അലച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കോ? എന്നിട്ട് ധ്യാന കേന്ദ്രത്തിന്റെ ശുശ്രൂഷകൾ ചൊവ്വില്ല, ധ്യാനിപ്പിച്ച അച്ഛൻ ശരിയല്ല, സുവിശേഷ പ്രഘോഷണം നടത്തി ശരിയായില്ല, കൗൺസിലിംഗ് ഒട്ടും ശരിയായില്ല, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ മനസ്സും മനസാക്ഷിയും കാണിച്ച് ശരീരവും മനസ്സും ബുദ്ധിയും ബോധവും ഒക്കെ അതിനെ ഏകീകൃതമാക്കി നിങ്ങൾ എന്ന് മാറുന്നു. അത് ഈ പരിശുദ്ധ ബലിയിലുള്ള കാഴ്ചവെപ്പിന്റെ സമയത്ത് നിങ്ങൾ കാഴ്ചവെക്കേണ്ടത് നിങ്ങളുടെ ബുദ്ധിയാണ്. നിങ്ങളുടെ ബുദ്ധിയാണ്. നിങ്ങളുടെ ബുദ്ധി ആദ്യം കാഴ്ചവെക്കണം. ദൈവമേ, എൻ്റെ ഈ മസ്തിഷ്കത്തില് നീ തന്നിരിക്കുന്ന ഈ കോശങ്ങളും ഞരമ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നീ കയറി നിന്ന് പ്രവർത്തിക്കണമേ. അത് പ്രാർത്ഥിക്കണം. നമ്മുടെ ബുദ്ധി ഇവിടെ ഈ ബക്കറ്റിലിടുക, എന്നിട്ട് അവന്റെ ബുദ്ധി പ്രവർത്തിക്കട്ടെ. അപ്പോഴാണ് നമുക്ക് വിവേകം ഉണ്ടാകുക. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ ബലിയിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അതിനുവേണ്ടി മാത്രമായിരിക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കാനുള്ള കൃപ ലഭിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. 4ഉം 5ഉം തവണ കാറ്ററ്റ് എഴുതിയിട്ട് പാസ്സാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ഒരൊറ്റടിക്ക് പാസ്സാവും. പക്ഷെ അത് ദൈവത്തിന്റെ ഇഷ്ടമാണത്. ദൈവം ഒരു അധ്യാപികയായി
എവിടെയെങ്കിലും ജോലി ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. നമ്മൾ ജർമ്മനിയിൽ പോകണോ കാനഡയിൽ പോകണോ എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഹോസ്പിറ്റൽ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശ്വര നിശ്ചയപ്രകാരം അവിടെ എത്തിയിരിക്കും. അത് അവന്റെ വിളിയാണ്. ഞാൻ 10ാം ക്ലാസ് 3 പ്രാവശ്യം എഴുതിയിട്ട് പാസ്സായതാ. എന്നെ പഠിപ്പിച്ച കാറ്റീസ് ഒക്കെ പഠിപ്പിച്ച ഫ്രാൻസിസ് ചേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നു. വെറും മണ്ടനാണ്, വെറും മണ്ടൻ. ഒന്നും പഠിക്കൂല, വെറുതെ ഉഴപ്പി നടന്നൊരു മനുഷ്യൻ. അന്ന് കളിയാക്കിയ പലരും എൻ്റെ നാട്ടിലുണ്ട്. പക്ഷെ ഇപ്പൊ എന്തായി? ഇപ്പൊ ദൈവം എവിടെ കയറ്റിയിരുത്തി? അത് ഈശ്വര നിയോഗമാണ്, നമ്മുടെ ഉഴപ്പല്ല. അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തും സ്ഥാനത്തും അവൻ കയറ്റിയിരുത്തും എന്നുള്ളതാണ്. അതിന് വാവിട്ട് കരഞ്ഞ മാതാപിതാക്കളുണ്ടായിരുന്നു, കളിയാക്കിയവരുണ്ടായിരുന്നു, ചീത്ത പറഞ്ഞ അധ്യാപകരുണ്ടായിരുന്നു. അവിടെയൊന്നും വില പോയില്ല. ഈശ്വര നിശ്ചയപ്രകാരം എവിടെ കയറ്റി നിർത്തണം എന്നുള്ളത് അത് അവൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വഴിയിൽ നമ്മൾ സഹകരിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ അത് അവൻ വിചാരിച്ച സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതും അങ്ങനെ തന്നെ. നിങ്ങളോടിത് പറയണമെന്ന് ഈശ്വര നിയോഗമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിയത്. ഇന്ന് എൻ്റെ ജന്മദിനമാണ്. ബെന്നച്ചൻ പറഞ്ഞു, ഞാനിവിടെ താവൂഷൻ ചാനലിൻ്റെ ഡയറക്ടറച്ചനും കൂടിയാണ്. എനിക്ക് അതിൻ്റെതായ തിരക്കുകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇന്നൊരു ദിവസം ഈ ബലിയർപ്പണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നു അത് എന്നിലൂടെ എന്ത് ചെയ്യാൻ, അതിനുവേണ്ടി ഞാൻ സന്നദ്ധനായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈശ്വര നിയോഗം പൂർത്തിയാകാൻ വേണ്ടി നമ്മുടെ മനസ്സും ആത്മാവും മാത്രമല്ല ശരീരം കൂടി വിട്ടുകൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അതുകൊണ്ടാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ്, നിങ്ങൾ കസാരകളിലേക്ക് കയറിയിരിക്കുക. നിങ്ങളെ ദൈവം തൊടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തൊടാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം. ആദ്യം ശരീരം, മനസ്സും ബുദ്ധിയും ബോധമൊക്കെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ പിടിവാശി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള വെട്ടിയൊരുക്കലുകൾ ഒരിക്കലും നമ്മുടെ നാശത്തിനല്ല, കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണെന്നുള്ള അവബോധത്തോടുകൂടി നമ്മുടെ വേദനകളെയും വിഷമങ്ങളെയും ദുഃഖങ്ങളെയും കൂടി നമ്മളുടെ ഈ ബലിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.